രാവിലെ 4:51. ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവാണ്, ഞാൻ മാത്രം. അപ്പം ഞാൻ റെഡിയായി, പല്ലൊക്കെ തേച്ച് വന്ന് അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ, വേറൊന്നും. രാവിലെ ട്രെയിനിലാണ് പോകണം, അപ്പോൾ വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ റെഡിയായി പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഷൂ ഇടാറില്ല, പക്ഷെ ഞാൻ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോവാണ്. ചേട്ടനാണ് എന്നെ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ രാവിലെ കൊണ്ടാക്കണം, വേറെ ആരും ഇല്ല. പക്ഷേ ഏൽപ്പിക്കാൻ പെടുന്ന പാടാണ് ഞാൻ. പക്ഷെ എങ്ങനെയോ ഇടിപ്പിച്ച് എണീപ്പിച്ച് ഞാൻ പോണതിൻ്റെ സങ്കടം പറയുവാണ്. അങ്ങനെ കാറിൽ പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയുടെ കോളുണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല. അതുപോലെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ട്രെയിൻ വരാനുള്ള നേരമായി. ട്രെയിൻ വന്ന്, ഞാൻ ട്രെയിനിൽ കയറാൻ പോവാണ്. പോയിട്ട് വന്നൊക്കെ പറഞ്ഞ് യാത്ര അയക്കുക. ടാറ്റയൊക്കെ പറഞ്ഞ് ട്രെയിൻ എടുത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് സന്തോഷം, പാതി ജീവൻ. അയ്യോ എൻ്റെ സ്ഥലത്തെത്തിയല്ലോ എന്നുള്ള ഇതായി. പിന്നെ ബസ്സിലൊക്കെ കയറി അച്ഛൻ വിളിക്കാൻ വന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ നിന്ന് ചിരിച്ച് കളിച്ച്, മഴയും പെയ്ത്, നല്ല മഴയായിരുന്നു. പിന്നെ മഴയത്ത് കുറച്ച് കളിച്ച് വീടെത്തിയപ്പോൾ പിന്നെ എൻ്റെ ചേട്ടൻ എന്നെ കണ്ട് അകത്തോട്ട് കയറി ഓടി. ചേട്ടനെ കണ്ടേ പിന്നെ ഇരട്ടി സന്തോഷമായി. അവനും സന്തോഷമായി, പക്ഷെ ആദ്യം അവനതൊന്നും കാണിക്കില്ല. പിന്നെ എപ്പോഴത്തേം പോലെ ഞാൻ ശല്യം ചെയ്യാൻ തുടങ്ങി. എന്നൊന്ന് വിടൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. പിന്നെ എൻ്റെ റൂമിൽ വന്നപ്പോൾ അയ്യോ പറയാൻ പറ്റാത്ത സന്തോഷം. കാരണം കുറേ നാൾക്ക് ശേഷമല്ല വീണ്ടും റൂമിൽ കയറുന്ന, ആൾക്കല്ല ദിവസത്തിന് ശേഷം. പിന്നെ ഞാൻ വന്നതിൻ്റെ ഒരു ബോധം വന്നേ പിന്നെ എനിക്ക് ഉമ്മയൊക്കെ തരാൻ തുടങ്ങി. എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ കാത്തുപൂച്ച വന്നു. നമുക്ക് അപ്പൂപ്പനെ കാണാൻ പോവാം. അപ്പൂപ്പൻ ഞാൻ വന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ട് അപ്പനെ കാണാൻ പോവാം. എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇറക്കഴിച്ച് എല്ലാം നേട്ടപ്പോ നീ എവിടെ എത്തിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടാ. അപ്പൊ നീ ഏതാണ്ട് തിരുവനന്തപുരം അടുത്തെത്തി. ഞാൻ അറിയാതെയാണ് വിളിച്ചത്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.